വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇംഗ്ലീഷ് ഗ്രാമർ ടീച്ചിങ് ആൻഡ് ലേണിംഗ്. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇനഫിൻ്റെ പ്രയോഗത്തെക്കുറിച്ചാണ് പഠിച്ചത്. ഇന്ന് നമ്മൾ റിലേറ്റീവ് പ്രൊനൗൺസ് ആണ് പഠിക്കുന്നത്. റിലേറ്റീവ് പ്രൊനൗൺസ് ഏതൊക്കെയാണ്? റിലേറ്റീവ് പ്രൊനൗൺസ് പ്രധാനമായിട്ടും നമ്മൾ ഉപയോഗിക്കുന്ന റിലേറ്റീവ് പ്രൊനൗൺസ് ഹൂ, ഹൂസ്, ഹൂം. പേഴ്സണെ ബേസ് ചെയ്തിട്ടുള്ള 3 റിലേറ്റീവ് പ്രൊനൗൺസ് ആണ്. ഏതൊക്കെ? ഹൂസ്, ഹൂ, ഹൂസ്, ഹൂം. ഇത് 3നും ഓരോ പ്രത്യേകതയുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഹൂ എന്ന് പറയുന്നത് ഒരു സബ്ജക്റ്റ് ആയിട്ട് വരാം. ഹൂസ് എന്ന് പറഞ്ഞാൽ പൊസസീവ് റിലേറ്റീവ് ആണ്. ഹൂം എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റീവ് ആണ്. അപ്പോൾ ഹൂം ഒബ്ജക്റ്റീവ് ആണ്, ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റ് ആയിട്ട് വരാം. ഹൂസ് എന്ന് പറഞ്ഞാൽ പൊസസീവ് ആണ്, പൊസസീവ്. ഹൂ എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റീവ്. ഇങ്ങനെ നമുക്ക് ഹൂ, ഹൂസ്, ഹൂമിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ. ദെൻ നെക്സ്റ്റ് വൺ വിച്ച്, ദാറ്റ്. വിച്ച്, ദാറ്റ് പ്രധാനമായിട്ടും ഇതാണ് നമ്മൾ ഉപയോഗിച്ച് വരുന്നത്. പിന്നെ ബാക്കി വരുന്നത് വേറുണ്ട്, വെന്നുണ്ട്. ഇവിടെ നമുക്ക് അതിൽ പ്രധാനപ്പെട്ട ഹൂ, ഹൂസ്, ഹൂം, വിച്ച്, ദാറ്റ് ഇവയാണ് നിങ്ങളുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ റിലേറ്റീവ് പ്രൊനൗൺ അല്ലെങ്കിൽ റിലേറ്റീവ് ക്ലാസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. റിലേറ്റീവ് പ്രൊനൗൺസ് ആണ് ഇത്. അതുപോലെ തന്നെ ഇതെല്ലാം ഇൻട്രോഗേറ്റീവ് വേർഡ്സ് ആണ്, ക്വസ്റ്റ്യൻ വേർഡ്സ് ആണ്, WH ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ റിലേറ്റീവ് ക്ലോസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? റിലേറ്റീവ് ക്ലോസസ് ആർ clauses starting with the relative pronouns who, whose, whom, that, which, where and when. അപ്പോൾ വിച്ച്, ദാറ്റ്, ഹൂ, ഹൂസ്, ഹൂം, വെയർ, വെൻ ഇവ കൊണ്ട് ആരംഭിക്കുന്ന സെന്റൻസുകളെയാണ് ക്ലോസുകളെയാണ് എന്ത് പറയുക? റിലേറ്റീവ് ക്ലോസസ് എന്ന് പറയുക. ഓക്കെ. ഹൂ, വെൻ, വിച്ച്, വെയർ, ഹൂം, ഹൂസ്, ദാറ്റ്. ഹൂ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ. ഹൂ ആർ യു? നിങ്ങൾ ആരാണ്? വെൻ. അപ്പോൾ ഹൂ, ഹൂസ്, ഹൂം എന്ന് പറഞ്ഞാൽ പേഴ്സണുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വെൻ എന്ന് പറഞ്ഞാൽ ടൈമുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വിച്ച് തിങ്ങുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അത് അനിമേറ്റ് ആവാം, ഇൻഅനിമേറ്റ് ആവാം. വെയർ പ്ലേസ്. ദാറ്റ് വസ്തുതയെ കാണിക്കുന്നു. ഇനി വിച്ചും ദാറ്റും തമ്മിൽ ചെറിയ ഒരു ഡിഫറൻസ് ഉണ്ട്. വിച്ച്, ദാറ്റ്. വിച്ച് നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു 2 ക്ലാസ്സുകളെ തമ്മിൽ ബന്ധിപ്പിക്കുമ്പോൾ അവിടെ നമ്മൾ വിച്ച് ഉപയോഗിക്കാറുണ്ട്, ദാറ്റ് ഉപയോഗിക്കാറുണ്ട്. വിച്ചും ദാറ്റ് ഒരു യഥാർത്ഥത്തിൽ ഒരു ട്രാൻസിറ്റീവ് അല്ലെങ്കിൽ അതിൻ്റെ എസെൻഷ്യൽ ഇൻഫർമേഷൻ റെസ്ട്രിക്റ്റീവ് ക്ലോസസിലാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഏത് ഉപയോഗിക്കുന്നത്? ദാറ്റ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ദാറ്റ് ഈസ് യൂസ്ഡ് എസെൻഷ്യൽ ഇൻഫർമേഷൻ ഫോർ എസെൻഷ്യൽ ഇൻഫർമേഷൻ ഓർ റെസ്ട്രിക്റ്റീവ് ക്ലോസസ്. നോൺ റെസ്ട്രിക്റ്റീവ് ക്ലോസസിലാണ് വിച്ച് ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ വിച്ച് ഉപയോഗിക്കുന്നതിന് മുമ്പ് നമ്മളൊരു കോമ നിർബന്ധമായിട്ടും ഉപയോഗിക്കാറുണ്ട്. ദാറ്റ് ഉപയോഗിക്കുമ്പോൾ അത് വേണ്ട. അതാണ് വിച്ചും ദാറ്റും തമ്മിലുള്ള സ്ലൈറ്റ് ഡിഫറൻസ്. ഓക്കെ. ഡു യു നോ ദി മാൻ? അതിൽ നമ്മൾ ഇനി റിലേറ്റീവ് ക്ലോസസിലേക്ക് വരികയാണ്. ഫസ്റ്റ് വൺ, ഡു യു നോ ദി മാൻ ക്ലൈംബ് ദി മൗണ്ടെയിൻ യെസ്റ്റർഡേ? ഇന്നലെ ക്ലൈംബ് ദി മൗണ്ടെയിൻ യെസ്റ്റർഡേ, പർവ്വതത്തിൽ കയറിയ ആ മനുഷ്യനെ നിങ്ങൾക്കറിയാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ ആ മനുഷ്യൻ ക്ലൈംബ് ദി മൗണ്ടെയിൻ യെസ്റ്റർഡേ, ഡു യു നോ ദി മാൻ? ദി മാൻ വേണ്ടിയാണ് നമ്മൾ അവിടെ റിലേറ്റീവ് ക്ലാസ്സിൽ ഹൂ ആണോ, ഹൂസ് ആണോ, ഹൂം ആണോ എന്ന് ചെയ്യും. ഇവിടെ സബ്ജക്റ്റ് ആണ്. അപ്പോൾ സബ്ജക്റ്റിന് വേണ്ടി നമ്മൾ ഏത് ഉപയോഗിക്കുന്നു? ഹൂ. പൊസസീവിന് വേണ്ടി ഏത് ഉപയോഗിക്കുന്നു? ഹൂസ്. ഹൂം ഒബ്ജക്റ്റിന് വേണ്ടി ഉപയോഗിക്കുന്നു. അത്രയും ഓർമ്മിക്കുക. ഡു യു നോ ദി മാൻ ഹൂ ക്ലൈംബ് ദി മൗണ്ടെയിൻ യെസ്റ്റർഡേ? ദാറ്റ്സ് ഓൾ. നെക്സ്റ്റ്, can I have the pencil I gave you today morning? Can I have the pencil that I gave you today morning? ഇന്ന് രാവിലെ ഞാൻ നിങ്ങൾക്ക് തന്ന പെൻസില് അത് ഉണ്ടോ? അപ്പോൾ ദാറ്റ് അവിടെ പെൻസിലാണ്. പെൻസിലിനെ വേണ്ടി നിൽക്കുന്ന റിലേറ്റീവ് ക്ലോസ് ആണ് ദാറ്റ്. ഓക്കെ. വിച്ചൊന്ന് ഉപയോഗിക്കാം, ദാറ്റും വിച്ചും. ഇനി വിച്ചാണ് ഉപയോഗിക്കുന്നതെങ്കിൽ പെൻസിൽ കഴിഞ്ഞിട്ട് കോമ ഇട്ടിട്ട് വിച്ച് ഉപയോഗിക്കാം. നെക്സ്റ്റ് വൺ, എ നോട്ട്ബുക്ക് ഈസ് എ കമ്പ്യൂട്ടർ. എ നോട്ട്ബുക്ക് ഈസ് എ കമ്പ്യൂട്ടർ ക്യാൻ ബി ക്യാരീഡ് അറൗണ്ട്. വിച്ച് ക്യാൻ ബി ക്യാരീഡ് അറൗണ്ട്. അപ്പോൾ കമ്പ്യൂട്ടറിന് വേണ്ടിയാണ് നിലകൊള്ളുന്നത്, അതുകൊണ്ട് വിച്ച്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇനാനിമേറ്റ് തിങ്, നോൺ ലിവിങ് തിങ്സ്.
വിച്ചോ ദാറ്റോ ഉപയോഗിക്കാം. ഐ വോണ്ട് ഈറ്റ് ഇൻ എ റെസ്റ്റോറൻറ്റ് വിച്ച് ഈസ് നോട്ട് ക്ലീൻ. ക്ലീൻ അല്ലെങ്കിൽ നമുക്ക് അവിടെ ആഹാരം കഴിക്കാൻ പറ്റത്തില്ല. ആ റെസ്റ്റോറൻറ്റിന് പകരമാണ് ഏത് റിലേറ്റീവ് പ്രോണൗൺ വിച്ച് ഉപയോഗിച്ചിരിക്കുന്നത്. ഐ വാണ്ട് ടു ലീവ് ഇൻ എ പ്ലേസ്. ഐ വാണ്ട് ടു ലീവ് ഇൻ എ പ്ലേസ് ഡാഷ് ദർ ആർ ലോട്ട്സ് ഓഫ് ഷോപ്സ്. എവിടെയാണോ ധാരാളം ഷോപ്പ് ഉള്ളത് അവിടെയാണ് എനിക്ക് ജീവിക്കാൻ ആഗ്രഹം. അപ്പോൾ ഐ വാണ്ട് ടു ലീവ് ഇൻ എ പ്ലേസ് വേർ ദർ ആർ ലോട്ട് ഓഫ് ഷോപ്സ്. യെസ്റ്റർഡേ വാസ് എ ഡേ. യെസ്റ്റർഡേ എന്ന് പറഞ്ഞാൽ ഒരു ടൈമിനെ കാണിക്കുന്ന, അല്ലെങ്കിൽ ഇന്നലെ, അതുകൊണ്ട് ടൈമിനെ കാണിക്കാൻ വെൻ. എവറിത്തിങ് വെന്റ് റോങ്. യെസ്റ്റർഡേ വാസ് എ ഡേ വെൻ എവറിത്തിങ് വെന്റ് റോങ്. ഹീ ഈസ് എ ടീച്ചർ. ഹീ ഈസ് എ ടീച്ചർ വി ആൾ റെസ്പെക്ട്. ഹീ ഈസ് എ ടീച്ചർ ഹൂ അല്ല, ഹൂസു അല്ല. ഹീ ഈസ് എ ടീച്ചർ വി ആൾ റെസ്പെക്ട്. അപ്പോൾ ആരെയാണോ നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നത് അതാണ്. ഹീ ഈസ് എ ടീച്ചർ ഹൂം വി ആൾ റെസ്പെക്ട്. വി ആൾ റെസ്പെക്ട് അതാണ് നമ്മൾ എല്ലാവരും ബഹുമാനിക്കുന്ന അധ്യാപകർ. അങ്ങനെയുള്ള ഒരു ഹീ ഈസ് എ ടീച്ചർ ഹൂം വി ആൾ റെസ്പെക്ട്. നമ്മളെല്ലാവരും ബഹുമാനിക്കുന്ന അദ്ദേഹം. ഹീ ഡാഷ് നെവർ ക്ലൈംസ് നെവർ ഫാൾസ്. ഹീ ഹൂ നെവർ ക്ലൈംസ് നെവർ ഫാൾസ്. ഒരാൾക്ക് ഇടിക്കാൻ പോകുന്നുള്ള ഇടി കിട്ടത്തുള്ളൂ. അപ്പോൾ കയറുന്ന ആൾ വീഴും, അല്ലാത്ത ആൾ വീഴത്തില്ല. ഹീ ഹൂ നെവർ ക്ലൈംസ് നെവർ ഫാൾസ്. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു പ്രയോഗം എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ അവിടെ നമ്മൾ റിലേറ്റീവ് ക്ലാസസ് ആണ് പഠിച്ചത്. റിലേറ്റീവ് ക്ലാസസ് ആർ ക്ലോസസ് സ്റ്റാർട്ടിങ് വിത്ത് ദി റിലേറ്റീവ് പ്രൊനൗൺസ് ഹൂ, ഹൂസ്, ഹൂം, പിന്നെ വിച്ച്, വെയർ, ദാറ്റ്, വെൻ, എക്സെട്ര. അപ്പോൾ വേറെ ഒരു പ്ലേസ്, വെൻ, ടൈം, ഹൂ, ഹൂസ്, ഹൂം, പേഴ്സൺസ്, അതിൽ ഹൂ സബ്ജക്റ്റ്, ഹൂസ് പൊസസീവ്, ദെൻ ഹൂം ഒബ്ജക്റ്റീവ്. ഇവിടെ അടുത്തതാണ്. എക്സാമിൻ ദി അബവ് സെന്റൻസസ് ആൻഡ് ഫൈൻഡ് ഹൗ റിലേറ്റീവ് പ്രൊനൗൺസ് ആർ യൂസ്ഡ്. ഇവിടെ റിലേറ്റീവ് പ്രൊനൗൺസ് എങ്ങനെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കംപ്ലീറ്റ് ദി ടേബിൾ. ഇതാദ്യം കണ്ടത് റിലേറ്റീവ് ക്ലാസസ് ആണെങ്കിൽ രണ്ടാമത് നമ്മൾ റിലേറ്റീവ് പ്രൊനൗൺസ് ആണ് പഠിക്കുന്നത്. റിലേറ്റീവ് പ്രൊനൗൺസ് നോക്കാം. ഫോർ പേഴ്സൺസ് സബ്ജക്റ്റ് ആയിട്ടും ഒബ്ജക്റ്റ് ആയിട്ടും പൊസസീവ് ആയിട്ടും വരുന്നു. എന്നാൽ ഐ ഹാവ് ഓൾറെഡി ടോൾഡ് യു. ദി മാൻ ഹൂ റോബ്ഡ് ഹാസ് ബീൻ അറസ്റ്റഡ്. ദി മാൻ ഹൂ റോബ്ഡ് ഹാസ് ബീൻ അറസ്റ്റഡ്. അപ്പോൾ കൊള്ളയടിക്കപ്പെട്ട അയാളെയാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ദി മാനിന് വേണ്ടിയാണ് ഹൂ അവിടെ സബ്ജക്റ്റ് ആയിട്ട്. ദി മാൻ സബ്ജക്റ്റ് ആണ്, അതുകൊണ്ട് ഹൂ റോബ്ഡ് ഹാസ് ബീൻ അറസ്റ്റഡ്. ഇനി രണ്ടെണ്ണം നമ്മൾ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അവിടെ ട്രസ്റ്റ് നോ മാൻ, ഒരാളെയും വിശ്വസിക്കരുത്. ഡസ് നോട്ട് ലവ് ഹിസ് കൺട്രി, രാജ്യത്തെ സ്നേഹിക്കാത്ത ഒരാളെയും വിശ്വസിക്കരുത്. അതാണ് ഇവിടെ ഞാൻ തരുന്ന സെൻറ്റൻസ്. ട്രസ്റ്റ് നോ മാൻ. ആ ട്രസ്റ്റ് നോ മാൻ ഹൂ ഡസ് നോട്ട് ലവ് ഹിസ് കൺട്രി. രണ്ടാമത്തെ ഐ സാ എ ബെഗർ ഹൂ വാസ് ഡെഫ് ആൻഡ് ഡംബ്. ഐ സാ എ ബെഗർ, ഞാനൊരു ബെഗറെ, ഒരു യാചകനെ കണ്ടു. ഹൂ വാസ് ഡെഫ് ആൻഡ് ഡംബ്. ഇവിടെ രണ്ട് സെൻറ്റൻസ് ആണ് യഥാർത്ഥത്തിൽ. അവിടെ നമ്മൾ രണ്ട് ഫങ്ഷൻസ് ആണ് നിർവഹിച്ചിരിക്കുന്നത്. ഒന്ന് റിലേറ്റീവ് പ്രോനൗൺ ആയിട്ട് വരുന്നു, അതുപോലെ തന്നെ കൺജക്റ്റീവ് പ്രോനൗൺ ആയിട്ടും വരുന്നുണ്ട്. കൺജക്റ്റീവ് പ്രോനൗൺ ആയിട്ടും വരുന്നുണ്ട്. കാരണം ഐ സാ എ ബെഗർ കഴിഞ്ഞു, ഹി വാസ് ഡെഫ് ആൻഡ് ഡംബ്. അതിനെ നമ്മൾ കൂട്ടി യോജിപ്പിക്കുമ്പോൾ ഐ സാ എ ബെഗർ ഹൂ വാസ് ഡെഫ് ആൻഡ് ഡംബ്. അപ്പോൾ ഞാനൊരു ബെഗറെ കണ്ടു, ഞാനൊരു യാചകനെ കണ്ടു. അയാളുടെ പ്രത്യേകത എന്താണ്? അയാൾ ഡെഫ് ആൻഡ് ഡംബാണ്, ബെഗറിനും മൂകനുമാണ്. അപ്പോൾ ഒറ്റ സെൻസ് ആക്കുമ്പോൾ ഐ സാ എ ബെഗർ ഹൂ വാസ് ഡെഫ് ആൻഡ് ഡംബ്. ഇനി സബ്ജക്റ്റിൽ വിച്ചും ദാറ്റും ചേർത്തിട്ട് പറയുന്നു. ദിസ് ഈസ് ദി പിക്ചർ ദാറ്റ് കാസ്റ്റ് എ സെൻസേഷൻ. അതുമായി ബന്ധപ്പെട്ട രണ്ട് സെൻസുകൾ. ഹി ഗോട്ട് ദി ലെറ്റർ വിച്ച് ഹി ഹാഡ് ബീൻ എക്സ്പെക്ടിങ്. ഹി ഗോട്ട് ദി ലെറ്റർ വിച്ച് ഹി ഹാഡ് ബീൻ എക്സ്പെക്ടിങ്. അടുത്തത് ദിസ് ഈസ് ദി ബുക്ക് ദാറ്റ് യു ഹാഡ് ലെഫ്റ്റ് ബിഹൈൻഡ്. അതുമായി ബന്ധപ്പെട്ട ആ രണ്ടെണ്ണമാണ് ഞാൻ അവിടെ പറഞ്ഞത്. ഓക്കെ, ദെൻ ഒബ്ജക്റ്റ് ആയിട്ട് വരുന്നു. ദി മാൻ ഹൂം യു ഗവ് ദി കാർ ഈസ് മൈ ഫ്രണ്ട്. അവിടെ വ്യത്യാസമുണ്ടോ? ദി മാൻ ഹൂം യു ഗവ് ദി കാർ ഈസ് മൈ ഫ്രണ്ട്. നിങ്ങൾ കാർ ആർക്കാണോ കൊടുത്തത് അയാൾ എൻ്റെ സുഹൃത്താണ്. ആർക്കാണോ കൊടുത്തത് അയാൾ എൻ്റെ. ആരാണോ എന്നല്ല, ആർക്കാണോ കൊടുത്തത്. അവിടെ ഓബ്ജക്റ്റ് ആയിട്ടാണ് ദി മാൻ വന്നിരിക്കുന്നത്. അതേസമയം ആദ്യത്തെ സെൻസിലോ ദി മാൻ ഹൂ റോബ്ഡ് ഹാസ് ബീൻ അറസ്റ്റഡ്. രണ്ടാമത്തെ സെൻസിൽ ദി മാൻ ഹൂം യു ഗവ് ദി കാർ ഈസ് മൈ ഫ്രണ്ട്. അതിനെ ചൂടുപിടിച്ച രണ്ട് സെൻസുകൾ. There I met an old man whom my father had known. There I met an old man. ഞാൻ അവിടെ ഒരു പ്രായം ചെന്ന ആളിനെ കണ്ടു. Whom my father had known. അദ്ദേഹത്തെ ആരറിയും?
എൻ്റെ അച്ഛൻ അറിയുന്ന ഒരാളിനെ ഞാനവിടെ കണ്ടു. അപ്പോൾ അതാണ് അതിൻ്റെ മറ്റൊരു പ്രത്യേകത. ഇനി ദി കാർ വിച്ച് ദാറ്റ് ഐ ഹയർഡ് ബ്രോക്ക് ഡൗൺ. ഞാൻ വാടകയ്ക്ക് എടുത്ത കാറ് എന്താ ബ്രോക്ക് ഡൗൺ ആയി. ഇനി അതുമായി ബന്ധപ്പെട്ട മറ്റൊരു സെൻസ്, ദി സ്നേക്ക് വിച്ച് വി കുഡ് നോട്ട് കിൽ crept into the hole. ദി സ്നേക്ക് വിച്ച് വി കുഡ് നോട്ട് കിൽ, ഞങ്ങൾക്ക് കൊല്ലാൻ കഴിഞ്ഞില്ല, ആ കഴിയാത്ത പാമ്പ് എന്ത് ചെയ്തു, crept into a hole, ഒരു മാളത്തിലേക്ക് പോയി. ഇനി ഹൂസ് ചേർത്തിട്ട് ദി ഫിലിം ഈസ് അബൌട്ട് എ കിങ് ഹൂസ് മിനിസ്റ്റേഴ്സ് ബിട്രേ ഹിം. അവിടെ ഒരു പൊസസീവാണ്. ദി ഫിലിം ഈസ് അബൌട്ട് എ കിങ്, ചിത്രം ആരെ പറ്റിയുള്ളതായിരുന്നു, രാജാവിനെ കുറിച്ച്. ഹൂസ് മിനിസ്റ്റേഴ്സ് ബിട്രേ ഹിം, അപ്പോൾ മന്ത്രിമാർ ചതിച്ച ഒരു രാജാവിനെ കുറിച്ചുള്ളതായിരുന്നു ചിത്രം. അപ്പോൾ അവിടെ പൊസസ്സാണ്. ഹൂസ് മിനിസ്റ്റേഴ്സ് ബിട്രേഡ് ഹിം. ഐ നോ എ മാൻ ഹൂസ് സൺ ഈസ് അറ്റ് ഓക്സ്ഫോർഡ്. ഐ നോ എ മാൻ, എനിക്കറിയാം ഒരാളിനെ, ഹൂസ് സൺ ഈസ് അറ്റ് ഓക്സ്ഫോർഡ്, ഓക്സ്ഫോർഡിൽ പഠിക്കുന്ന ഒരു കുട്ടി ഇവിടെ അച്ഛനെ എനിക്കറിയാം. ദിസ് ഈസ് എ വുമൺ ഹൂസ് ഹസ്ബൻഡ് വാസ് കിൽഡ്, ഹസ്ബൻഡ് മരിച്ച ആ സ്ത്രീയെ, അതാണ് അവിടെ പ്രത്യേകത. ദിസ് ഈസ് ദി വുമൺ ഹൂസ് ഹസ്ബൻഡ് വാസ് കിൽഡ്. ഇനി ഓഫ് വിച്ച്, ദിസ് ഈസ് ആൻ അച്ചീവ്മെന്റ് ഓഫ് വിച്ച് ഐ ആം പ്രൗഡ്. ഇവിടെ ഓഫ് വിച്ച്, ഷീ ഹാസ് റിട്ടൺ 3 നോവൽസ്. അവൾ, അതിനുദാഹരണമാണ് ഞാൻ പറയുന്നത്. ഷീ ഹാസ് റിട്ടൺ 3 നോവൽസ് ഓഫ് വിച്ച് ഓൺലി 1 ഹാസ് ബീൻ പബ്ലിഷ്ഡ്. 3 നോവലുകൾ എഴുതിയിട്ടുണ്ട്, അതിലൊരെണ്ണം മാത്രം പബ്ലിഷ് ചെയ്തു. അപ്പോൾ only only 1 has been published. She has written 3 novels of which only 1 has published. അതെന്തിനെ സൂചിപ്പിക്കുന്നതാണ്, യഥാർത്ഥത്തിൽ പൊസസീവിനെ കാണിക്കുന്നു വിച്ചിന്റെ പ്രയോഗം. രണ്ടാമത്തെ സെൻസ്, there were 10 applications for the job of which only 5 were shortlisted for interview. There were 10 applications for the job. അപ്പം ജോലിക്ക് വേണ്ടി 10 ആപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു, അതിൽ 5 എണ്ണം മാത്രമേ ഷോർട്ട് ലിസ്റ്റ് ചെയ്തുള്ളൂ ഇൻ്റർവ്യൂവിന് വേണ്ടി. അതാണ് അവിടുത്തെ പ്രയോഗം. ഓക്കെ, അപ്പോൾ അത് നമ്മൾ സബ്ജക്റ്റ് ഒബ്ജക്റ്റ് പൊസസീവ് പഠിച്ചു. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കിലേക്കാണ് കടക്കുന്നത്. നമ്മൾ 3 തരം ചോദ്യങ്ങൾ കണ്ടു, 2 തരം ചോദ്യങ്ങൾ പ്രധാനമായും കണ്ടു കഴിഞ്ഞു. ഏതൊക്കെയായിരുന്നു? എസ് ഓർ നോ ക്വസ്റ്റ്യൻ, ഓർ ക്ലോസ്ഡ് ക്വസ്റ്റ്യൻ, ഓർ അഫർമേറ്റീവ് ക്വസ്റ്റ്യൻ ആൻഡ് WH ക്വസ്റ്റ്യൻ. അനദർ വൺ ഈസ് ടാഗ് ക്വസ്റ്റ്യൻ ഓർ ക്വസ്റ്റ്യൻ ടാഗ്. ക്വസ്റ്റ്യൻ ടാഗിനെ കുറിച്ചാണ് നമ്മൾ ഇനി പഠിക്കുന്നത്. അതിൻ്റെ നിയമങ്ങൾ, കുറച്ച് നിയമങ്ങളുണ്ട്, അത് ഞാനൊന്ന് പറയാം. ആദ്യം നമ്മൾ തന്നിരിക്കുന്ന സെൻറ്റൻസ് ആദ്യം പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. ഫസ്റ്റ് ഓഫ് ഓൾ, ബിഫോർ ഡൂയിങ് ഓർ writing the question tag or tag question, we have to identify whether the given sentence is positive or negative. തന്നിരിക്കുന്ന സെൻറ്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. ആദ്യത്തെ ജോലി അതാണ്. അതെങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യും? നെഗറ്റീവിനെ സൂചിപ്പിക്കുന്ന ചില ടേംസ് അതിനകത്ത് ഉണ്ടായിരിക്കും. ആ ടേംസ് ഉണ്ടെങ്കിൽ അത് നെഗറ്റീവാണ്, അതിൻ്റെ ടാഗ് പോസിറ്റീവാണ്. ഇനി ഈ പറയുന്ന നെഗറ്റീവ് ടേംസ് ഒന്നും ഇല്ലെങ്കിൽ അത് പോസിറ്റീവാണ്, ടാഗ് നെഗറ്റീവിൽ എഴുതാം. ഇഫ് ദി സെൻറ്റൻസ് ഈസ് നെഗറ്റീവ്, ടാഗ് വിൽ ബി പോസിറ്റീവ്. If the sentence is positive, tag will be negative. അതാണ് മെയിൻ റൂൾ. അപ്പോൾ ഇനി നോ, നോട്ട്, നെവർ, നൺ, നത്തിങ്, നത്തിങ് എൽസ്, ഇതൊക്കെ എന്താണ്? നെഗറ്റീവിനെ സൂചിപ്പിക്കുന്ന പ്യുവർ നെഗറ്റീവ്സ് ആയിട്ടുള്ള ഇംഗ്ലീഷ് ടേംസ് ആണ്. നോ, നോട്ട്, നെവർ, നൺ, നത്തിങ് എൽസ്, ഇതൊക്കെ ഇങ്ങനെ വരുന്ന പ്യുവർ നെഗറ്റീവ്സ് ആയിട്ടുള്ള വേർഡുകളാണ്. ഇത് കൂടാതെ ചില സെമി നെഗറ്റീവ് വേർഡ്സും ഉണ്ട്. അതേതൊക്കെയാണ്? സെൽഡം, സ്കേഴ്സിലി, ഹാർഡ്ലി. സെൽഡം, സ്കേഴ്സിലി, ഹാർഡ്ലി ഇതൊക്കെ സെമി നെഗറ്റീവ്സ് ആണ്. കൂടാതെ ഫ്യൂ, ലിറ്റിൽ, എ ഫ്യൂ വന്നാൽ പോസിറ്റീവാണ്, എ ലിറ്റിൽ വന്നാലും പോസിറ്റീവാണ്. ലിറ്റിൽ നെഗറ്റീവാണ്, ഫ്യൂ നെഗറ്റീവാണ്.
ഇതൊക്കെ സെമി നെഗറ്റീവ്സ് ആയിട്ട് വരുന്ന. അപ്പോൾ ഇങ്ങനെ ഇതിലേതെങ്കിലും ഉണ്ടെങ്കിൽ, അത് കൂടാതെ ഡോണ്ട്, ഡസിന്റ്, ഡിഡിന്റ്, ഇതിലേതെങ്കിലും ഉണ്ടെങ്കിലും സെന്റൻസ് നെഗറ്റീവ് ആണ്. അതെന്ന് പറഞ്ഞാൽ ഓക്സിലറി വെർബിന്റെ കൂടെ നോട്ട് ചേർന്ന് വന്നാൽ നെഗറ്റീവ് ആണ്. ഈസിന്റ്, ആമിന്റ്, ആറിന്റ്, വാസിന്റ്, വേരന്റ്, ഹാസിന്റ്, ഹാവിന്റ്, ഡോണ്ട്, ഡസിന്റ്, ഡിഡിന്റ്, വിൽ പ്ലസ് നോട്ട് വോണ്ട്, ഷാൽ പ്ലസ് നോട്ട് ഷാണ്ട്, ഷുഡിന്റ്, കുഡിന്റ്, മെയിന്റ്, മൈറ്റിന്റ്, മസ്റ്റിന്റ്, നീഡിന്റ്, ഡയറിന്റ്, ഇതിലേതെങ്കിലും ആണെങ്കിൽ, ഇതെല്ലാം നമുക്ക് ആവശ്യമുണ്ട്. ഞാൻ ഇങ്ങനെ പറഞ്ഞെങ്കിലും പോസിറ്റീവ് സെന്റൻസിനെ നെഗറ്റീവ് ആക്കുമ്പോൾ ഈസിനോട് നോട്ട് ചേർത്താൽ ഈസിന്റ് എന്ന് എഴുതേണ്ടി വരും. ആം പ്ലസ് നോട്ട് ആമിൻ്റെ അല്ല ആറിൻ്റെ എന്ന് എഴുതേണ്ടി വരും. അപ്പോൾ ഇതെല്ലാം ഞാൻ പറഞ്ഞെങ്കിലും ഇത് നെഗറ്റീവിലേക്ക് പോകുമ്പോൾ ഈ ടേംസ് എല്ലാം നമുക്ക് ആവശ്യമുണ്ട്. ഈസിൻ്റെ, ആമിൻ്റെ, വാസിൻ്റെ, വേറൻ്റെ, ഹാസിൻ്റെ, ഹാവിൻ്റെ, ഹാഡിൻ്റെ, ഡോണ്ട്, ഡസിൻ്റെ, ഡിസ്, ഇങ്ങനെ പോകുന്നു. അപ്പോൾ ആദ്യത്തെ ജോലി നമ്മളിത് കഴിഞ്ഞു. എന്താണ്? സെൻറ്റൻസ് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്ന്. അപ്പോൾ ഈ ടേംസ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ നെഗറ്റീവ് ആയിരിക്കും. ടാഗ് വിൽ ബി പോസിറ്റീവ്. ഇതിലൊന്നും ഇല്ലാത്തപ്പം നമ്മൾ എന്ത് ചെയ്തോണം? മെയിൻ വെർബിനെ ഓക്സിലറി വെർബ് ഉണ്ടെങ്കിൽ ആക്സിലറി വെർബിനെ നോട്ട് ചേർക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ ഈസിന്റെ, ആമിന്റെ ഇങ്ങനെ ചേർക്കാം. ഓക്സിലറി വെർബ് ഇല്ലെങ്കിൽ മെയിൻ വെർബിനെ പിരിക്കുക. അപ്പോൾ ഉദാഹരണത്തിന് റൈറ്റ് ആണ് വന്നിട്ടുള്ളത്. റൈറ്റ് എന്ന് പറയുന്ന വെർബ് ഉണ്ടെങ്കിൽ ഡു പ്ലസ് റൈറ്റ്, ഡു പ്ലസ് റൈറ്റ്. അപ്പോൾ അതിൽ നിന്ന് എന്തെടുത്തു? ഡു എടുത്തു, നോട്ട് ചേർത്തു, ഡോണ്ട്. ഇനി റൈറ്റ്സ് ആണെങ്കിൽ ഡസ്, റോട്ട് ആണെങ്കിൽ റിഡ്, റോട്ട് ആണെങ്കിൽ റിഡ്. ഇങ്ങനെ ഡുവോ ഡസോ ഡിഡോ ഏതാ വെർബിൽ നിന്ന് കിട്ടുന്നത് അതിനോട് നോട്ട് ചേർത്താൽ ഡസിൻ്റെ, ഡിഡിൻ്റെ, ഡോണ്ട് എന്ന് കിട്ടും. പിന്നെ അതിലെ പ്രോനൗണും ചേർത്താൽ ക്വസ്റ്റ്യൻ ടാഗായി. അപ്പോൾ ഇതേ രീതിയിൽ മെയിൻ വെർബ് ആണ് ഉള്ളതെങ്കിൽ ഇതിനെ ഇതുപോലെ സ്പ്ലിറ്റ് ചെയ്യേണ്ടി വരും. സ്പ്ലിറ്റ് ചെയ്ത് വേണം നമുക്ക് അങ്ങനെ എഴുതാൻ. അപ്പോൾ സെന്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് മനസ്സിലാക്കി. സെന്റൻസിൽ ഓക്സിലറി വെർബ് ഉണ്ടെങ്കിൽ അതിനോട് ഇൻഡ് ചേർക്കുക. ആമിനോട് നോട്ട് ചേർത്താൽ ആമിൻ എന്ന് എഴുതരുത്, ആറിൻ്റെ ആണ്. വില്ലിനോട് നോട്ട് ചേർത്താൽ വിൽ നോട്ട് അല്ല, വോണ്ട് ആണ്, WON'. ഷാലിനോട് നോട്ട് ചേർത്താൽ ഷാണ്ട് ആണ്. ഇത്രയും കാര്യങ്ങൾ ഓർമ്മിച്ചിട്ട് നമുക്ക് ടെക്സ്റ്റിലേക്ക് പോകാം. ഇതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട നിയമങ്ങൾ. ഓക്കെ, ഞാൻ അതിൻ്റെ ആൻസർ മാത്രം ഒന്ന് വായിച്ചു വിടാം. ഇവിടെ ഇറ്റ് ഈസ് നോട്ട് എ സ്കോളർഷിപ്പ് ജാക്കറ്റ്. റീഡ് ദി ഫോളോയിങ് സെന്റൻസ് ഫ്രം ദി സ്റ്റോറി. ഇറ്റ് ഈസ് നോട്ട് എ സ്കോളർഷിപ്പ് ജാക്കറ്റ്. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ ടാഗ് ഈസിൻ്റെ ആണ്, ഈസിറ്റ് ആണ്. കാരണം ഇറ്റ് ഈസ് എന്ന് വന്നിട്ടുണ്ട്, നോട്ടും വന്നിട്ടുണ്ട്. നോട്ട് ആയതുകൊണ്ട് നെഗറ്റീവ് ആണ്, പോസിറ്റീവ്. അപ്പോൾ ഇവിടെ ആക്സിലറി വെർബ് ഈസ് ഉണ്ട്, ഈസിറ്റ് എന്ന് എഴുതിയാൽ മതി. നെക്സ്റ്റ് വൺ, ദി പ്രിൻസിപ്പൽ ഹാസ് ചേഞ്ച്ഡ് ഹിസ് ഡിസിഷൻ. അപ്പോൾ ഇവിടെ ആക്സിലറി വെർബ് ഉണ്ട്, ഹാസ് ഉണ്ട്. സെന്റൻസ് പോസിറ്റീവ് ആണ്, ഹാസ് നോട്ട് ചെയ്തു. ഹാസിൻ്റെ സബ്ജക്റ്റ് പ്രിൻസിപ്പൽ ആണ്, ഹി. ഇനി സബ്ജക്റ്റ് ഹി, പ്രിൻസിപ്പൽ വന്നാൽ ഹി, ഹെഡ് മിസ്ട്രസ് വന്നാൽ ഷീ. ഇപ്പോൾ പേരൻസ് ആണെങ്കിൽ ദേ. ഇതുപോലെ രാമനാണെങ്കിൽ ഹി, സീതയാണെങ്കിൽ ഷീ. അങ്ങനെ പ്രോനൗൺ വേണം അവിടെ നമുക്ക് ക്വസ്റ്റ്യൻ ടാഗിൽ ഉപയോഗിക്കാൻ. യുവർ ഗ്രാൻഡ് ഫാദർ ഹാസ് ദി മണി. യുവർ ഗ്രാൻഡ് ഫാദർ ഹാസ് ദി മണി, ഡസൻറ്റ് ഹി. യുവർ ഗ്രാൻഡ് ഫാദർ ഹാസ് ദി മണി, ഡസൻറ്റ് ഹി എന്നാണ് അവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഹാസിൻ്റെ യുവർ ഗ്രാൻഡ് ഫാദർ നിങ്ങളുടെ, അപ്പോൾ അവിടെ ഹി ആണ്. ഡസൻറ്റ് ഹി ആണ് ഇവിടെ നിങ്ങളുടെ ആൻസറിൽ തന്നിരിക്കുന്നത്. ഹാസ് ദി മണി, ഹാസിൻ്റെ ഹി, ഇവിടെ ഡസൻറ്റ് ആണ് തന്നിരിക്കുന്നത്. യു മസ്റ്റ് ഹാവ് ലേൺഡ് ഹൗ ടു ഫ്രെയിം ക്വസ്റ്റ്യൻ ടാഗ്സ് earlier. Let us see how they work. Identify the correct question tag and fill the blanks. He sometimes reads the newspaper. ചിലപ്പോഴൊക്കെ അവൻ ന്യൂസ് പേപ്പർ വായിക്കാറുണ്ട്. അവിടെ ആൻസർ ഹി സബ്ജക്റ്റ് ഉണ്ട്, സംടൈംസ് ഉണ്ട്. റീഡ്സ് എന്ന് പറയുന്ന വെർബാണ് വന്നിരിക്കുന്നത്. റീഡ്സിനെ പിരിച്ചാൽ എന്ത് കിട്ടും? ഡസ് പ്ലസ് റീഡ് കിട്ടും. അപ്പോൾ ഡസ് കിട്ടി, സെൻറ്റൻസ് പോസിറ്റീവ് ആണ്. ഹി പ്രോനൗൺ ഉണ്ട്, അപ്പോൾ ഡസിൻ്റെ ഹി ആണ് ആൻസർ. ഫസ്റ്റ് വൺ ഡസിൻ്റെ ഹി. ഡസ് എവിടെ നിന്ന് കിട്ടി? റീഡ്സിൽ നിന്ന് കിട്ടി. ഹി സബ്ജക്റ്റ്. I think he is from Maldives. He is from Maldives. ഈസ്, he is ഉണ്ട്. ഈസിൻ്റെ കാരണം പോസിറ്റീവ് സെൻസ് ആണ്. ഈസിൻ്റെ ഹി, സബ്ജക്റ്റ് ഹി, ഈസിൻ്റെ ഹി. I think he is from Maldives. Don't talk while I am teaching. Don't talk while I am teaching. അപ്പോൾ ഡോണ്ട് അവിടെ ഉണ്ട്, അതിൽ നിന്ന് നോട്ട് വേണ്ട, അപ്പോൾ ഡു. പിന്നെന്താണ്? ടോക്ക് വൈൽ ഐ ആം ടീച്ചിങ്, ഞാൻ സംസാരിക്കുമ്പോൾ, അപ്പോൾ ഡു യു. എന്താണ് ആൻസർ? അല്ല, വിൽ യു. എന്താണ് ആൻസർ? വിൽ യു ആണ് ആൻസർ. ഡോണ്ട് ടോക്ക് വൈൽ ഐ ആം ടീച്ചിങ്. ഇങ്ങനെ ഒരു റിക്വസ്റ്റ് ആയിട്ട് വന്നാൽ എപ്പോഴും നമ്മൾ എന്താ ഉപയോഗിക്കുന്നത്? വിൽ യു ആണ് ഉപയോഗിക്കുന്നത്. ലെറ്റസ് ഗോ സ്വിമ്മിങ്. ലെറ്റസ് വന്നാൽ ഷാൽ ബി ഉപയോഗിക്കാം.
ലെറ്റസ് അത് ജനറലായിട്ട് പഠിച്ചു വെക്കുക. ലെറ്റസ് ഗോ സ്വിമ്മിങ്, ഷാൽ വി. പാസ് മീ ദി സാൾട്ട്, അതുപോലെ ഒരു പാസ് മീ ദി സാൾട്ട്, അതിങ്ങോട്ടൊന്ന് ഓപ്പൺ ദി ഡോർ എന്നൊക്കെ പറയുന്ന പോലെ പാസ് മീ ദി സാൾട്ട്. വോണ്ട് യു എന്ന് ചോദിച്ചാൽ മതി, വോണ്ട് യു. ഹി കുഡ് ഹാവ് ബോട്ട് എ ന്യൂ കാർ. അപ്പോൾ അവിടെ കുഡുണ്ട്, പിന്നെ കുഡിൻ്റെ സബ്ജക്റ്റ് ഉണ്ട്, കുഡിൻ്റെ ഹി. ദി ഗേൾ വോണ്ട് സിങ് ഇൻ ദി പാർട്ടി, കാരണം അവിടെ വോണ്ട്